ഇന്ധന പ്രതിസന്ധി നേരിടാൻ പുതിയ നടപടികൾ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ. സ്വകാര്യ ഇറക്കുമതിക്കാർക്ക് രാജ്യത്തേക്ക് കൂടുതൽ ഇന്ധനം കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പുതിയ പദ്ധതി. ഓസ്ട്രേലിയയിൽ നിന്ന് സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ ഉയർന്നുവരുന്ന ഇന്ധന വിതരണ പ്രതിസന്ധിയെ തുടർന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു. ആഗോളതലത്തിലുള്ള വിതരണ തടസ്സങ്ങളാണ് നിലവിലെ സാഹചര്യം സൃഷ്ടിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കി. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനായി സ്വകാര്യ കമ്പനികൾക്ക് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാർ സാമ്പത്തിക പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇതിലൂടെ രാജ്യത്തേക്ക് കൂടുതൽ ഇന്ധനം എത്തിക്കാൻ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ ഓസ്ട്രേലിയയിൽ ഏകദേശം 39 ദിവസത്തേക്ക് പെട്രോളും 30 ദിവസത്തേക്ക് ഡീസലും ജെറ്റ് ഇന്ധനവും ലഭ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. അതിനാൽ ഉടൻ റേഷനിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്ന് സർക്കാർ വിലയിരുത്തുന്നു. ഇതിനിടെ അനാവശ്യമായി ഇന്ധനം സംഭരിക്കുന്ന പ്രവണതയെ പ്രധാനമന്ത്രി ശക്തമായി വിമർശിച്ചു. ഇത്തരം നടപടികൾ പ്രാദേശിക തലത്തിൽ ക്ഷാമം സൃഷ്ടിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ചില പെട്രോൾ പമ്പുകളിൽ ഇതിനകം ഇന്ധനക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പാനിക് വാങ്ങൽ മൂലമാണ് ചില പ്രദേശങ്ങളിൽ സ്റ്റോക്ക് തീർന്നതായി വിവരങ്ങൾ ലഭിക്കുന്നത്. സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുകയാണെങ്കിൽ ഇന്ധന റേഷനിംഗ്, വീട്ടിൽ നിന്നുള്ള ജോലി ചെയ്യാനുള്ള പ്രോത്സാഹനം, ഇന്ധന ലഭ്യതയുടെ തത്സമയ നിരീക്ഷണം, നികുതി മാറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കൂടുതൽ നടപടികൾ സർക്കാർ പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇന്ധന വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുകയും പൊതുജനങ്ങളിൽ ആശങ്ക കുറയ്ക്കുകയും ചെയ്യുന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. അനാവശ്യ സംഭരണം ഒഴിവാക്കി ഉത്തരവാദിത്തപരമായ ഉപയോഗം തുടരണമെന്ന് അധികൃതർ അഭ്യർത്ഥിക്കുന്നു. സ്മിത നായർ, 24 ന്യൂസ്, ഓസ്ട്രേലിയ.